അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും എന്നാൽ അതിനെപ്പറ്റി അധികം ആലോചിക്കാത്തതുമായിട്ടുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ്. ഒരു സെയിം ക്വസ്റ്റ്യൻ ഒരാൾ നമ്മളോട് ചോദിക്കുമ്പോൾ ഭയങ്കര അനോയിങ് ആയിട്ടും വേറൊരാൾ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടും ഫീൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ അമ്മ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ്, കഴിച്ചോ, എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. നമുക്ക് ആ ഒരു ടൈമിൽ ചിലപ്പോൾ അനോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഇറിറ്റേറ്റഡ് ആയിട്ടോ ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്, ഇല്ലേ? പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ പാർട്ട്ണർ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ്, ഫുഡ് കഴിച്ചോ, എന്ത് ചെയ്യാം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് ഇറിറ്റേറ്റഡ് ആയിട്ടോ അനോയിങ് ആയിട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ അമ്മമാർ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് കാണുന്നത് അവര് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ആയിരിക്കും. അവര് നമ്മളോട് ഇതൊക്കെ പറയുന്നത് പ്യുവർ കെയറിന്റെ പുറത്തായിരിക്കും. പക്ഷെ നമ്മുടെ ബ്രെയിൻ അങ്ങനെയല്ല. നമ്മുടെ ഫ്രീഡം അവിടെ റെസ്ട്രിക്ട് ആവുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. നമുക്ക് ഓൺ സ്പേസ്, നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് വേണം, നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ ഉള്ളതായിരിക്കും നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. ഇത് നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യിക്കും. സെയിം ടൈം നമ്മുടെ പാർട്ട്ണറാണ് ഇത് ചോദിക്കുന്നതെങ്കിൽ നമുക്കതൊരു അറ്റൻഷൻ തരുന്നതായിട്ടും അതുപോലെ തന്നെ നമുക്ക് അവരെ അഫെക്ഷൻ തരുന്നതായിട്ടും നമുക്കൊരു നൈസ് ആൻഡ് വാം ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ വേർഡ്സിനല്ല റിയാക്ട് ചെയ്യുന്നത്, നമ്മൾ വേർഡ്സിനോടല്ല റിയാക്ട് ചെയ്യുന്നത്. അതല്ലാതെ ആ വേർഡ്സിന് നമ്മുടെ മൈൻഡ് കൊടുക്കുന്ന മീനിങ്ങിനോടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അമ്മമാരുടെ കെയർ നമ്മൾ ത്രൂ ഔട്ട് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് ഭയങ്കര നോർമലായിട്ടും നമുക്ക് ഭയങ്കര എന്താ പറയുക എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഈ പാർട്ട്ണറിന്റെ കേസിൽ വരുമ്പോഴത്തേനും അത് നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക. നമ്മുടെ ബ്രെയിൻ ഇമോഷണലി വാല്യൂ ചെയ്യുന്നത് നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതിന് പകരം നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതിനായിരിക്കും നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഇമോഷണൽ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ അമ്മമാർ പറയുമ്പോൾ നമുക്കത് കൺട്രോൾഡ് ഫീലിംഗ് ആയിട്ടും അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് പറയുമ്പോൾ നമുക്കത് നമ്മളെ ഇമോഷണലി വാല്യൂ ചെയ്യുന്നതായിട്ടും ആയിരിക്കും തോന്നുന്നുണ്ടാവുക. അപ്പോൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ പാർട്ട്ണർ നമുക്ക് അറ്റൻഷൻ തരുമ്പോൾ അത് നമുക്ക് കംഫർട്ടായിട്ടാണ് ഫീൽ ചെയ്യുക. ബിക്കോസ് അത് നമുക്കൊരു ഇമോഷണൽ റീഅഷുറൻസ് തരും. ഈ രണ്ട് കേസിലും രണ്ടുപേരും പറയുന്ന വേർഡ്സ് ഐഡന്റിക്കൽ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇമോഷണൽ മീനിങ് ആരാണ് ചോദിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഇതിൻ്റെ അർത്ഥം നമ്മൾ പാർട്ട്ണറിനേക്കാളും അമ്മമാരെ കുറച്ച് സ്നേഹിക്കുന്നു എന്നുള്ളതല്ല. പക്ഷേ എങ്കിൽ ഡിഫറെൻറ്റ് റിലേഷൻഷിപ്പിൽ ഡിഫറെൻറ്റ് ഇമോഷൻസ് ആയിരിക്കും നമ്മുടെ ബ്രെയിൻ കൊണ്ടുവരാം എന്നുള്ളതായിരിക്കും. സിമ്പിൾ വേർഡ്സിൽ പറയുന്നുണ്ടെങ്കിൽ റിയൽ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അവരെന്താണ് ചോദിച്ചത് എന്നുള്ളതല്ല, നമ്മുടെ മനസ്സ് അതെങ്ങനെയാണ് കേൾക്കുന്നത് എന്നുള്ളതിലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.